വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് ഫ്രേസസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഇന്ന് നമ്മൾ മെയിനായിട്ടും പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസസ് ആയിരിക്കും നോക്കുന്നത്. സോ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: അവൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നു. അതായത് അവൾ സ്കൂളിലേക്ക് നടന്നാണ് പോകാറുള്ളത് എന്ന് പറയണം. അപ്പോൾ ഇത് നമുക്ക് അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കണം. സോ ഇവിടെ എങ്ങനെ വരും? അവൾ, ഷീ. നടക്കുക എന്നുള്ളത് വോക്കാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ? ഷീ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഷീ, ഹി, ഇറ്റ് സിംഗുലർ ആണ്. അപ്പോൾ വേർബും സിംഗുലർ ആക്കണം. വേർബിനെ എങ്ങനെയാണ് സിംഗുലർ ആക്കുന്നത്? ജസ്റ്റ് ബേസ് ഫോമിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്താൽ മതി. അപ്പം വോക്ക് എന്നുള്ളതിൻ്റെ കൂടെ സിംഗുലർ ആക്കാൻ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഷീ വോക്സ്. ഇനി സ്കൂളിലേക്ക് എന്ന് പറയാം ടു സ്കൂൾ. ഷീ വോക്സ് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നു എന്നാണ് മീനിങ്. ഇനി അവൻ ജോലിക്ക് വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പം വണ്ടി ഓടിച്ചു പോകുക എന്നുള്ളത് ഡ്രൈവ് എന്നാണ്. അപ്പോൾ അവൻ, ഹി സിംഗുലർ ആണ്, അതുകൊണ്ട് സിംഗുലർ ആക്കണം വേർബിനെ. അപ്പോൾ ഹി ഡ്രൈവ്സ്, ജോലിക്ക് എന്ന് പറയാൻ ടു വർക്ക്. ഹി ഡ്രൈവ്സ് ടു വർക്ക്. അവൻ ജോലിക്ക് വണ്ടി ഓടിച്ചു പോകുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവർ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഊണ് കൊണ്ടുവരാറുണ്ട് എന്ന് പറയണം. ഇവിടെ അവർ ആണ്, ദേ പ്ലൂറൽ ആയതുകൊണ്ട് വേർബും പ്ലൂറൽ ആയിരിക്കണം. സോ കൊണ്ടുവരിക എന്നുള്ളത് ബ്രിങ് അല്ലേ? അപ്പോൾ ബ്രിങ് എന്ന് തന്നെ പറഞ്ഞാൽ അത് പ്ലൂറൽ ഫോമിലാണ്. ദേ ബ്രിങ്. ഊണ് എന്ന് പറയാൻ ലഞ്ച്. വീട്ടിൽ നിന്ന് ഫ്രം ഹോം. എല്ലാ ദിവസവും എന്ന് പറയാൻ എവ്രി ഡേ. ദേ ബ്രിങ് ലഞ്ച് ഫ്രം ഹോം എവ്രി ഡേ. ഇനി അടുത്തത്, ഞങ്ങൾ ശനിയാഴ്ചയാണ് പലചരക്ക് സാധനങ്ങൾ വാങ്ങാറുള്ളത് എന്ന് പറയണം. ഇവിടെ ഞങ്ങൾ എന്നാണ്, വി. അതുകൊണ്ട് തന്നെ വേർബ് ബേസ് ഫോമിൽ എഴുതിയാൽ മതി. വാങ്ങുക എന്നുള്ളത് ബൈ ആണ്. വി ബൈ. പലചരക്ക് സാധനങ്ങൾ എന്ന് പറയുന്നത് ഗ്രോസറീസ് എന്നാണ്. അപ്പോൾ വി ബൈ ഗ്രോസറീസ് ശനിയാഴ്ചകളിൽ, ഓൺ സാറ്റർഡേയ്സ്. വി ബൈ ഗ്രോസറീസ് ഓൺ സാറ്റർഡേയ്സ്. ഇനി ഞാൻ എപ്പോഴും എൻ്റെ താക്കോലുകൾ മറക്കാറുണ്ട് എന്ന് പറയണം. എപ്പോഴും എന്ന് പറയുന്നത് ഓൾവേസ് എന്നാണ്. അപ്പോൾ ഞാൻ മറക്കും, ഐ ഓൾവേസ് ഫോർഗെറ്റ്. ഇവിടെ ഐ പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ഫോർഗെറ്റ് മതി. ഇനി എൻ്റെ താക്കോലുകൾ എന്ന് പറയാൻ മൈ കീസ്. ഐ ഓൾവേസ് ഫോർഗെറ്റ് മൈ കീസ്. ഞാൻ എപ്പോഴും എൻ്റെ താക്കോലുകൾ മറക്കാറുണ്ട് എന്നാണ് മീനിങ്. ഇനി അവൾ അവളുടെ അമ്മയെ അടുക്കളയിൽ സഹായിക്കാറുണ്ട്. അവൾ, ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വേർബിനെ സിംഗുലർ ആക്കണം. സഹായിക്കുക എന്നുള്ളത് ഹെൽപ്പാണ്, അതിനെ സിംഗുലർ ആക്കാൻ ഹെൽപ്സ്. ഷീ ഹെൽപ്സ് അവളുടെ അമ്മയെ, ഹെർ മദർ. അടുക്കളയിൽ എന്ന് പറയാൻ ഇൻ ദ കിച്ചൺ. ഷീ ഹെൽപ്സ് ഹെർ മദർ ഇൻ ദ കിച്ചൺ. ഇനി അവർ അവരുടെ ഗ്രാൻഡ് പേരൻസിനെ പലപ്പോഴും സന്ദർശിക്കാറുണ്ട് എന്ന് പറയണം. സോ ഇവിടെ അവർ എന്നാണ്. അവർ ദേ ആണ്. സന്ദർശിക്കുക എന്നുള്ളത് വിസിറ്റ് ആണ്. അപ്പോൾ ദേ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വിസിറ്റ് വരും. ദേ വിസിറ്റ് അവരുടെ ഗ്രാൻഡ് പേരൻസിനെ, ദെയർ ഗ്രാൻഡ് പേരൻസ്. പലപ്പോഴും എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓഫൺ. ദേ വിസിറ്റ് ദർ ഗ്രാൻഡ് പേരൻസ് ഓഫൺ. ദേ വിസിറ്റ് ദർ ഗ്രാൻഡ് പേരൻസ് ഓഫൺ. ഇനി അടുത്തത്, അവൻ ജോലിക്കായിട്ട് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് എന്ന് പറയണം. അപ്പം അവൻ യാത്ര ചെയ്യാറുണ്ട്, അതെങ്ങനെ പറയും? ഹി. യാത്ര ചെയ്യുക എന്നുള്ളത് ട്രാവൽ ആണ്. ഹി സിംഗുലർ ആയതുകൊണ്ട് ട്രാവൽസ് വരും. ഹി ട്രാവൽസ്. ഒരുപാട് എന്ന് പറയാൻ എ ലോട്ട്. ജോലിക്കായി എന്ന് പറയാൻ ഫോർ വർക്ക്. ഹി ട്രാവൽസ് എ ലോട്ട് ഫോർ വർക്ക്. അവൻ ജോലിക്കായിട്ട് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് എന്നാണ് മീനിങ്. ഹി ട്രാവൽസ് എ ലോട്ട് ഫോർ വർക്ക്. ഇനി ഞാൻ ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാറുണ്ട് എന്ന് പറയണം. അപ്പം പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു മ്യൂസിക് എന്നാണ്. അപ്പം ഞാനാണ്, അതുകൊണ്ട് വേർബിന് ചേഞ്ച് ഒന്നും വരുത്തണ്ട. ഐ ലിസൺ ടു മ്യൂസിക്. ജോലി ചെയ്യുമ്പോൾ എന്ന് പറയാൻ വൈൽ വർക്കിംഗ്. സോ ഐ ലിസൺ ടു മ്യൂസിക് വൈൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാറുണ്ട് എന്നാണ് മീനിങ്. ഇനി അവർ വൈകുന്നേരം
ടി വി കാണാറുണ്ട്. അതെങ്ങനെ പറയും? അവൾ ഷീ ടി വി കാണുക എന്നുള്ളത് വാച്ച് ടി വി എന്നാണ്. അപ്പോൾ ഷീ സിംഗുലർ ആയതുകൊണ്ട് വാച്ചിനെ സിംഗുലർ ആക്കണം. വാച്ചിനെ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? അവിടെ ES ചേർക്കണം. ഷീ വാച്ചസ് ടി വി. വൈകുന്നേരം എന്ന് പറയാൻ ഇൻ ദി ഈവനിങ്. ഷീ വാച്ചസ് ടി വി ഇൻ ദി ഈവനിങ്. ഇനി അവരൊരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയണം. അവർ താമസിക്കുന്നത് ദേ ലീവ് ഒരു വലിയ വീട്ടിൽ എന്ന് പറയാൻ ഇൻ എ ബിഗ് ഹൗസ്. ദേ ലീവ് ഇൻ എ ബിഗ് ഹൗസ്. ഇനി അവൻ സ്ഥിരമായി ജിമ്മിൽ പോകാറുണ്ട് എന്ന് പറയണം. അപ്പോൾ പോവുക എന്നുള്ളത് ഗോ ആണ്. അവൻ എന്നാണ്. അപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് വേർബിനെയും സിംഗുലർ ആക്കണം. ഗോ എന്നുള്ളതിൻ്റെ സിംഗുലർ ഫോം ഗോസ് ആണ്. സോ ഹി ഗോസ് ടു ദ ജിം. അവൻ ജിമ്മിൽ പോകാറുണ്ട്. സ്ഥിരമായിട്ട് എന്ന് പറയാൻ റെഗുലർലി. ഹി ഗോസ് ടു ദ ജിം റെഗുലർലി. ഇനി ഞങ്ങൾ വാരാന്ത്യങ്ങളിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറയാൻ വി മീറ്റ്. സുഹൃത്തുക്കളെ എന്ന് പറയാൻ ഫ്രണ്ട്സ്. വി മീറ്റ് ഫ്രണ്ട്സ് വാരാന്ത്യങ്ങളിൽ ഓൺ വീക്കെൻഡ്സ്. വി മീറ്റ് ഫ്രണ്ട്സ് ഓൺ വീക്കെൻഡ്സ്. അതായത് ഞങ്ങൾ വാരാന്ത്യങ്ങളിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാറുണ്ട് എന്നാണ് മീനിങ്. ഇനി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ നോക്കാറുണ്ട്. അതെങ്ങനെ പറയും? ഫോൺ നോക്കുക എന്ന് പറയുന്നത് ചെക്ക് മൈ ഫോൺ എന്നാണ്. എൻ്റെ ഫോൺ നോക്കുക. സോ ഐ ചെക്ക് മൈ ഫോൺ. ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറയാൻ ബിഫോർ സ്ലീപ്പിംഗ്. ഐ ചെക്ക് മൈ ഫോൺ ബിഫോർ സ്ലീപ്പിംഗ്. ഇനി അവൾ അവളുടെ സുഹൃത്തുക്കളുമായിട്ട് പലപ്പോഴും പുറത്ത് നിന്ന് കഴിക്കാറുണ്ട് എന്ന് പറയണം. പുറത്ത് നിന്ന് കഴിക്കുക എന്ന് പറയാൻ ഈറ്റ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ അവൾ കഴിക്കാറുണ്ട് എന്നല്ലേ. അപ്പോൾ ഷീ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഈറ്റിന് ഈറ്റ്സ് ആക്കണം. ഷീ ഈറ്റ്സ് ഔട്ട്. സുഹൃത്തുക്കളുമായി എന്ന് പറയാൻ വിത്ത് ഫ്രണ്ട്സ്. ഷീ ഈറ്റ്സ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. പലപ്പോഴും എന്ന് പറയാൻ ഓഫൺ എന്നുള്ള വാക്കാണ്. സോ ഷീ ഓഫൺ ഈറ്റ്സ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവൾ പലപ്പോഴും സുഹൃത്തുക്കളുമായി പുറത്ത് നിന്ന് കഴിക്കാറുണ്ട് എന്നാണ് മീനിങ്. ഇനി ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ ജോലി ചെയ്യുന്നത് ഐ വർക്ക് സോഫ്റ്റ്വെയർ കമ്പനിയിൽ എന്ന് പറയാൻ ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി. ഐ വർക്ക് ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി. ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അവൾ എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. അതെങ്ങനെ പറയും? ചെടിക്ക് വെള്ളം ഒഴിക്കുക വാട്ടർ ദ പ്ലാന്റ്സ് എന്നാണ്. സോ അവൾ വെള്ളമൊഴിക്കാറ് ഉണ്ട് എന്നല്ലേ. അപ്പോൾ ഷീ വാട്ടേഴ്സ്. ഷീ വാട്ടേഴ്സ് ദ പ്ലാന്റ്സ്. എല്ലാ ദിവസവും എന്ന് പറയാൻ എവ്രി ഡേ. ഷീ വാട്ടേഴ്സ് ദ പ്ലാന്റ്സ് എവ്രി ഡേ. അവൾ എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. ഇനി ഞങ്ങൾ വാരാന്ത്യങ്ങളിൽ ഒന്നിച്ച് പാചകം ചെയ്യുന്നു. അതെങ്ങനെ പറയും? ഒന്നിച്ച് പാചകം ചെയ്യുക കുക്ക് ടുഗെദർ. വി കുക്ക് ടുഗെദർ. വാരാന്ത്യങ്ങളിൽ എന്ന് പറയാൻ ഓൺ വീക്കെൻഡ്സ്. വി കുക്ക് ടുഗെദർ ഓൺ വീക്കെൻഡ്സ്. ഇനി അടുത്തത് അവൾ പതിവായിട്ട് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാറുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഓൺലൈനായിട്ട് സാധനം വാങ്ങുക എന്ന് പറയാൻ ഷോപ്പ് ഓൺലൈൻ എന്ന് പറയാം. അപ്പോൾ ഷോപ്പ് സിംഗുലറാക്കാൻ ഷോപ്സ് എന്ന് വരും. ഷീ ഷോപ്സ് ഓൺലൈൻ. പതിവായിട്ട് എന്ന് പറയാൻ ഫ്രീക്വൻ്റ്ലി എന്ന് പറയാം. ഷീ ഷോപ്സ് ഓൺലൈൻ ഫ്രീക്വൻ്റ്ലി. ഇനി പൊതുവേ നമ്മൾ പറയാറില്ലേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയമെടുക്കും എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? സമയമെടുക്കും. ഇറ്റ് ടേക്സ് ടൈം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്ന് പറയാൻ ടു ലേൺ ന്യൂ തിങ്സ്. ഇറ്റ് ടേക്സ് ടൈം ടു ലേൺ ന്യൂ തിങ്സ്. സോ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയേണ്ടപ്പോൾ ഈ ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 സെൻറ്റൻസസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കോമെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നെഗറ്റീവായിട്ട് പറയണം. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: അവൾക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമില്ല. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം സബ്ജക്റ്റ് ഹിയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ നെഗറ്റീവ് ആക്കാൻ
ഡസിൻ്റ് കഴിഞ്ഞിട്ട് വെർബ് ആഡ് ചെയ്യുക. സോ ഇവിടെ ഇഷ്ടമല്ല എന്നല്ലേ, അപ്പം ഡസിൻ്റ് ലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമെന്നാണ്. സോ ഷീ ഡസിൻ്റ് ലൈക്ക്. എരിവുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സ്പൈസി ഫുഡ് എന്നാണ്. ഷീ ഡസിൻ്റ് ലൈക്ക് സ്പൈസി ഫുഡ്. ഇനി അവൻ വ്യായാമം ചെയ്യാറില്ല. അപ്പം വ്യായാമം എന്ന് പറയുന്നത് എക്സസൈസ് എന്നാണ്. അപ്പോൾ അവൻ സിംഗുലർ ആയതുകൊണ്ട് ഡസിൻ്റ് വരും. ഹീ ഡസിൻ്റ് എക്സസൈസ്. ഹീ ഡസിൻ്റ് എക്സസൈസ്. ഇനി അത് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കുക എന്നുള്ളത് വർക്കാണ്. അത് എന്ന് പറയാൻ ഇറ്റ് ആണ്. അപ്പോൾ ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഡസിൻ്റ് വരും. സോ ഇറ്റ് ഡസിൻ്റ് വർക്ക് എന്ന് വരും. ഇറ്റ് ഡസിൻ്റ് വർക്ക്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പം നെഗറ്റീവ് ആക്കാൻ ഡോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ചായ കുടിക്കാറില്ല. അപ്പോൾ ഞാനാണ്, പ്ലൂറലാണ്, അപ്പം ഡോണ്ട് വരും. ഐ ഡോണ്ട്. കുടിക്കുക എന്നുള്ളത് ഡ്രിങ്ക് ആണ്. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. അവർ ഭക്ഷണം പാചകം ചെയ്യാറില്ല. ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറയുന്നത് കുക്ക് ഫുഡ് എന്നാണ്. സോ അവർ ചെയ്യാറില്ല. ദേ ഡോണ്ട് കുക്ക് ഫുഡ്. ദേ ഡോണ്ട് കുക്ക് ഫുഡ്. അവർ പാചകം ചെയ്യാറില്ല. ഇനി അടുത്തത്, ഞാൻ വൈകിട്ട് ഉറക്കളച്ച് ഇരിക്കാറില്ല എന്ന് പറയണം. അപ്പം രാത്രി ഉറക്കളച്ച് ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് സ്റ്റേ അപ്പ് ലേറ്റ് എന്നാണ്. ഞാൻ ചെയ്യാറില്ല എന്നല്ലേ. സോ ഐ ഡോണ്ട് സ്റ്റേ അപ്പ് ലേറ്റ്. ഇനി അവർ ഷോപ്പിങ്ങിന് പോകാറില്ല. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുക എന്ന് പറയുന്നത് ഗോ ഷോപ്പിംഗ് എന്നാണ്. ഇനി അവർ പോകാറില്ല എന്നല്ലേ, ദേ ആയതുകൊണ്ട് ഡോണ്ട് വരും. ദേ ഡോണ്ട് ഗോ ഷോപ്പിംഗ്. ദേ ഡോണ്ട് ഗോ ഷോപ്പിംഗ്. അവർ ഷോപ്പിങ്ങിന് പോകാറില്ല. ഇനി ഞങ്ങൾ വില കൂടിയ സാധനങ്ങൾ വാങ്ങാറില്ല. വാങ്ങുക എന്നുള്ളത് ബൈ ആണ്. വില കൂടിയ സാധനങ്ങൾ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് തിങ്സ് എന്നാണ്. സോ വീയുടെ കൂടെ ഡോണ്ട് ആണ് വരേണ്ടത്. വി ഡോണ്ട് ബൈ എക്സ്പെൻസീവ് തിങ്സ്. വി ഡോണ്ട് ബൈ എക്സ്പെൻസീവ് തിങ്സ്. ഞങ്ങൾ വില കൂടിയ സാധനങ്ങൾ വാങ്ങാറില്ല. ഇനി അവൻ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറില്ല എന്ന് പറയണം. അപ്പോൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറയുന്നത് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അപ്പോൾ അവൻ ചെയ്യാറില്ല എന്നല്ലേ. ഹീ ഡസൻറ്റ് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഹീ ഡസൻറ്റ് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. അതായത് അവൻ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാറില്ല എന്നാണ് മീനിങ്. ഇനി അവൾ സത്യം പറയാറില്ല. സത്യം പറയുക എന്ന് പറയുന്നത് ടെൽ ദ ട്രൂത്ത് എന്നാണ്. അപ്പം പറയാറില്ല എന്ന് പറയേണ്ടപ്പോൾ ഷീ ഡസൻറ്റ് ടെൽ ദ ട്രൂത്ത്. ഷീ ഡസൻറ്റ് ടെൽ ദ ട്രൂത്ത്. അവൾ സത്യം പറയാറില്ല. ഇനി അവൻ മാംസം കഴിക്കാറില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? അവൻ കഴിക്കാറില്ല. ഹീ ഡസൻറ്റ് ഈറ്റ്. മാംസം എന്ന് പറയാം മീറ്റ്. ഹീ ഡസൻറ്റ് ഈറ്റ് മീറ്റ്. ഇനി നീ ഞാൻ പറയുന്നത് കേൾക്കാറില്ല. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു മീ എന്നാണ്. അപ്പോൾ നീ കേൾക്കാറില്ല. യു ഡോണ്ട് ലിസൺ ടു മീ. യു ഡോണ്ട് ലിസൺ ടു മീ. ഇനി എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് ഇല്ല എന്നല്ലേ. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി സിബ്ലിങ്സ്. ഐ ഡോണ്ട് ഹാവ് എനി സിബ്ലിങ്സ്. എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല എന്നാണ് മീനിങ്. ഇനി അവൾ നേരത്തെ എഴുന്നേൽക്കാറില്ല. നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഗെറ്റ് അപ്പ് ഏർലി എന്നാണ്. അപ്പോൾ എഴുന്നേൽക്കാറില്ല. ഷീ ഡസൻറ്റ് ഗെറ്റ് അപ്പ് ഏർലി. ഷീ ഡസൻറ്റ് ഗെറ്റ് അപ്പ് ഏർലി. ഇനി ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാറില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ട്രാവൽ ബൈ ട്രെയിൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യാറില്ല. വീയുടെ കൂടെ ഡോണ്ട് വരും. വി ഡോണ്ട് ട്രാവൽ ബൈ ട്രെയിൻ. വി ഡോണ്ട് ട്രാവൽ ബൈ ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാറില്ല. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സബ്ജക്റ്റ് ഐ, യു, വി, ദേ വരുവാണെങ്കിൽ ഡോണ്ട് പ്ലസ് വേർബ് എന്താണോ അത് ബേസ് ഫോമിൽ പറയുക. ഇനി ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഡസൻറ്റ് പ്ലസ് വേർബ് ബേസ് ഫോമിൽ പറയുക. സോ ഇതിനെ ബേസ് ചെയ്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് കോമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ പോസിറ്റീവ് പഠിച്ചു, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസസും പഠിച്ചു. ഇനി ഇത് വെച്ച് തന്നെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കണം: നിനക്ക് കാപ്പി ഇഷ്ടമാണോ? സോ ഇവിടെ നമുക്ക്
ഒരു കാര്യം ഇഷ്ടമാണോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടപ്പം അവിടെ ഡു അല്ലെങ്കിൽ ഡസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പം ഇവിടെയും സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പ്ലൂറൽ ആണെങ്കിൽ ഡു ആണ് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നിനക്ക് കാപ്പി ഇഷ്ടമാണോ? അപ്പം നിനക്ക് എന്നാ ചോദിച്ചത്. അപ്പോൾ യു പ്ലൂറൽ ആയതുകൊണ്ട് ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡു യു ലൈക്ക് കോഫി എന്ന് ചോദിച്ചാൽ നിനക്ക് കാപ്പി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് കോഫി. ഇനി അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ അതെങ്ങനെ ചോദിക്കും? അവർ, അതും പ്ലൂറലാണ്, ദേ. അന്നേരം നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡു ദേ സംസാരിക്കുമോ എന്നല്ലേ, സ്പീക്ക് ഇംഗ്ലീഷ്. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഇനി നമുക്ക് കൂടുതൽ സമയം വേണോ അതെങ്ങനെ ചോദിക്കും? നമുക്ക് വേണോ എന്നല്ലേ, ഡു വി നീഡ് കൂടുതൽ സമയം എന്ന് പറയാൻ മോർ ടൈം. ഡു വി നീഡ് മോർ ടൈം? നമുക്ക് കൂടുതൽ സമയം വേണോ എന്നാണ് മീനിങ്. ഇനി നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ടോ അതെങ്ങനെ ചോദിക്കും? പള്ളിയിൽ പോവുക എന്ന് പറയുന്നത് ഗോ ടു ചർച്ച് എന്നാണ്. അപ്പോൾ ഡു യു ഗോ ടു ചർച്ച്? എല്ലാ ദിവസവും എന്ന് പറയാൻ എവ്രി ഡേ. ഡു യു ഗോ ടു ചർച്ച് എവ്രി ഡേ? ഇനി അവൾ നന്നായി പാചകം ചെയ്യുമോ? അവൾ ചെയ്യുമോ എന്നാണ്. സോ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡസ് ഷീ നന്നായിട്ട് പാചകം ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് കുക്ക് വെൽ എന്നാണ്. ഡസ് ഷീ കുക്ക് വെൽ? ഡസ് ഷീ കുക്ക് വെൽ? അവൾ നന്നായിട്ട് പാചകം ചെയ്യുമോ? ഇനി അവൻ രാത്രിയിൽ പഠിക്കുമോ അതെങ്ങനെ ചോദിക്കും? അവൻ പഠിക്കുമോ? ഡസ് ഹീ സ്റ്റഡി? രാത്രിയിൽ എന്ന് പറയാൻ അറ്റ് നൈറ്റ്. ഡസ് ഹീ സ്റ്റഡി അറ്റ് നൈറ്റ്? അവൻ രാത്രിയിൽ പഠിക്കുമോ? ഇനി നീ വാർത്തകൾ കേൾക്കുമോ അതെങ്ങനെ ചോദിക്കും? നീ കേൾക്കുമോ? ഡു യു വാർത്തകൾ കേൾക്കുക എന്ന് പറയാൻ ലിസൺ ടു ദ ന്യൂസ് എന്ന് പറയാം. ഡു യു ലിസൺ ടു ദ ന്യൂസ്? നീ വാർത്തകൾ കേൾക്കാറുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഡു യു ലിസൺ ടു ദ ന്യൂസ്? ഇനി സ്കൂൾ 8 മണിക്ക് തുടങ്ങുമോ? ഇവിടെ സ്കൂൾ തുടങ്ങുമോ എന്നാ. അപ്പോൾ അത് സ്കൂൾ സിംഗുലർ ആണ്. അപ്പം ഡസ് ദ സ്കൂൾ? തുടങ്ങുക എന്നുള്ളത് സ്റ്റാർട്ടാണ്. 8 മണിക്ക് എന്ന് പറയാൻ അറ്റ് 8 AM. ഡസ് ദ സ്കൂൾ സ്റ്റാർട്ട് അറ്റ് 8 AM? ഡസ് ദ സ്കൂൾ സ്റ്റാർട്ട് അറ്റ് 8 AM? അതായത് സ്കൂള് 8 മണിക്ക് തുടങ്ങുമോ എന്നാണ് മീനിങ്. ഇനി ബസ് ഇവിടെ നിർത്തുമോ അതെങ്ങനെ ചോദിക്കും? ബസ് നിർത്തുമോ? ഡസ് ദ ബസ് സ്റ്റോപ്പ് ഹിയർ? ഡസ് ദ ബസ് സ്റ്റോപ്പ് ഹിയർ? അതായത് ബസ് ഇവിടെ നിർത്തുമോ എന്നാണ് മീനിങ്. ഡസ് ദ ബസ് സ്റ്റോപ്പ് ഹിയർ? ഇനി നീ നിന്റെ സുഹൃത്തുക്കളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. നീ വിളിക്കാറുണ്ടോ? അപ്പോൾ ഡു യു വരും. ഡു യു നിന്റെ സുഹൃത്തുക്കളെ വിളിക്കുക എന്നല്ലേ, കോൾ യുവർ ഫ്രണ്ട്സ്. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ പലപ്പോഴും എന്നൊക്കെ പറയാൻ ഓഫൺ എന്ന് പറയാം. ഡു യു കോൾ യുവർ ഫ്രണ്ട്സ് ഓഫൺ? ഡു യു കോൾ യുവർ ഫ്രണ്ട്സ് ഓഫൺ? നീ നിന്റെ സുഹൃത്തുക്കളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഇനി കാർ ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൾക്കറിയാമോ അതെങ്ങനെ ചോദിക്കും? അവൾക്കറിയാമോ? ഡസ് ഷീ നോ? കാർ ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഹൗ ടു ഡ്രൈവ്. ഡസ് ഷീ നോ ഹൗ ടു ഡ്രൈവ്? അവൾക്ക് കാർ ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഡസ് ഷീ നോ ഹൗ ടു ഡ്രൈവ്? ഇനി ട്രെയിൻ സമയത്ത് എത്താറുണ്ടോ അതെങ്ങനെ ചോദിക്കും? ട്രെയിൻ എത്താറുണ്ടോ? ഡസ് ദ ട്രെയിൻ അറൈവ്? കൃത്യസമയത്ത് എന്ന് പറയുന്നത് ഓൺ ടൈം എന്നാണ്. ഡസ് ദ ട്രെയിൻ അറൈവ് ഓൺ ടൈം? ഡസ് ദ ട്രെയിൻ അറൈവ് ഓൺ ടൈം? ഇനി അവൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടോ? അവൾ ചെയ്യാറുണ്ടോ? ഡസ് ഷീ? ഒരുപാട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ട്രാവൽ എ ലോട്ട് എന്നാണ്. ഡസ് ഷീ ട്രാവൽ എ ലോട്ട്? അവൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടോ എന്നാണ് മീനിങ്. ഇനി നമുക്ക് ചോദ്യമായിട്ട് ചോദിക്കണം. അതായത് നിനക്ക് ഉത്തരം അറിയാമോ അതെങ്ങനെ ചോദിക്കും? നിനക്കറിയാമോ? ഡു യു നോ? ഉത്തരം എന്ന് പറയാൻ ദ ആൻസർ. ഡു യു നോ ദ ആൻസർ? നിനക്ക് ഉത്തരം അറിയാമോ? ഡു യു നോ ദ ആൻസർ? ഇനി നിനക്ക് വഴി അറിയാമോ അതെങ്ങനെ ചോദിക്കും? ഡു യു നോ ദ വേ? ഡു യു നോ ദ വേ? സോ ഇവിടെയൊക്കെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് യൂസ് ചെയ്യുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു യൂസ് ചെയ്യുക. സോ ഇതും നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 സെൻറ്റൻസസ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതായത് അത്
പ്രവർത്തിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അത് പ്രവർത്തിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ഡസ് ആണ് പറഞ്ഞത്. അപ്പം പ്രവർത്തിക്കുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡസിൻ്റോ ഡോണ്ടോ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അത് എന്നുള്ളത് അത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഡസിൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡസിൻ്റ് ഇറ്റ് വർക്ക് എന്ന് ചോദിച്ചാൽ അത് പ്രവർത്തിക്കുന്നില്ലേ. ഡസിൻ്റ് ഇറ്റ് വർക്ക് അത് പ്രവർത്തിക്കുന്നില്ലേ. ഇനി അവൾ നിന്നെ സഹായിക്കാറില്ലേ, അതെങ്ങനെ ചോദിക്കും? അവൾ ഇല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡസൻറ്റ് ഷീ. നിന്നെ സഹായിക്കുക എന്ന് പറയുന്നത് ഹെൽപ്പ് യു എന്നാണ്. സോ ഡസൻറ്റ് ഷീ ഹെൽപ്പ് യു, അവൾ നിന്നെ സഹായിക്കാറില്ലേ, ഡസൻറ്റ് ഷീ ഹെൽപ്പ് യു. ഇനി അതിൻ്റെ രുചി നല്ലതല്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡസൻറ്റ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്, ഡസൻറ്റ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. അതായത് അതിൻ്റെ രുചി നല്ലതല്ലേ എന്നാണ് മീനിങ്. ഇനി അവന് സത്യം അറിയില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അവൻ സിംഗുലർ ആണ്, അപ്പം ഡസൻറ്റ് വരും. ഡസൻറ്റ് ഹീ സത്യം അറിയുക എന്നുള്ളത് നോ ദ ട്രൂത്ത് എന്നാണ്. ഡസൻറ്റ് ഹീ നോ ദ ട്രൂത്ത്, ഡസൻറ്റ് ഹീ നോ ദ ട്രൂത്ത്. അവന് സത്യം അറിയില്ലേ. ഇനി അവൻ കഠിനമായിട്ട് പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കഠിനമായി പഠിക്കുക എന്ന് പറയുന്നത് സ്റ്റഡി ഹാർഡ് എന്നാണ്. അപ്പോൾ പഠിക്കുന്നില്ലേ, ഡസൻറ്റ് ഹീ സ്റ്റഡി ഹാർഡ്, ഡസൻറ്റ് ഹീ സ്റ്റഡി ഹാർഡ്. അതായത് അവൻ കഠിനമായിട്ട് പഠിക്കുന്നില്ലേ എന്നാണ് മീനിങ്. ഡസൻറ്റ് ഹീ സ്റ്റഡി ഹാർഡ്. ഇനി അവൾ ജോലിക്ക് വരുന്നില്ലേ, അതെങ്ങനെ ചോദിക്കും? ജോലിക്ക് വരിക എന്ന് പറയുന്നത് കം ടു വർക്ക് എന്നാണ്. അപ്പം അവൾ വരുന്നില്ലേ, ഡസൻറ്റ് ഷീ കം ടു വർക്ക്, ഡസൻറ്റ് ഷീ കം ടു വർക്ക്. അവൾ ജോലിക്ക് വരുന്നില്ലേ. ഇനി അവന് സംസാരിക്കാൻ ആഗ്രഹമില്ലേ, അല്ലെങ്കിൽ അവന് സംസാരിക്കണമെന്നില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? സംസാരിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് വോണ്ട് ടു ടോക്ക് എന്നാണ്. അപ്പം ഡസൻറ്റ് ഹീ വോണ്ട് ടു ടോക്ക്, ഡസൻറ്റ് ഹീ വോണ്ട് ടു ടോക്ക്. അതായത് അവന് സംസാരിക്കാൻ ആഗ്രഹമില്ലേ എന്നുള്ള മീനിങ് ആണ്. ഡസൻറ്റ് ഹീ വോണ്ട് ടു ടോക്ക്. ഇനി അവർക്ക് പോകാൻ താല്പര്യമില്ലേ എന്ന് ചോദിക്കണം. ഇവിടെ അവർക്ക് എന്നാ, അവർക്ക് പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡോണ്ട് ദേ, അവർക്ക് ഇല്ലേ എന്നുള്ള മീനിങ് വരും. അവർക്ക് പോകാൻ താല്പര്യമില്ലേ എന്നല്ലേ. സോ ഡോണ്ട് ദേ വോണ്ട് ടു ഗോ, അവർക്ക് പോകണമെന്നില്ലേ അല്ലെങ്കിൽ അവർക്ക് പോകാൻ താല്പര്യമില്ലേ എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് ദേ വോണ്ട് ടു ഗോ. ഇനി നിനക്ക് എൻ്റെ കൂടെ വരണമെന്നില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നിനക്കില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം ഡോണ്ട് യു എൻ്റെ കൂടെ വരണമെന്നില്ലേ, വോണ്ട് ടു കം വിത്ത് മീ. ഡോണ്ട് യു വോണ്ട് ടു കം വിത്ത് മീ, ഡോണ്ട് യു വോണ്ട് ടു കം വിത്ത് മീ. നിനക്ക് എൻ്റെ കൂടെ വരണമെന്നില്ലേ. ഇനി അടുത്തത് അവർ ഉച്ചയ്ക്ക് അല്പസമയം ഉറങ്ങാറില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഉച്ചയ്ക്ക് ഉറങ്ങുക, ചെറുതായിട്ടൊന്ന് മയങ്ങുക എന്ന് പറയുന്നത് ടേക്ക് എ നാപ്പ് എന്നാണ്. സോ അവർ ചെയ്യാറില്ലേ എന്നല്ലേ. ഡോണ്ട് ദേ ടേക്ക് എ നാപ്പ്. ഉച്ചയ്ക്ക് എന്ന് പറയാൻ ഇൻ ദി ആഫ്റ്റർനൂൺ. ഡോണ്ട് ദേ ടേക്ക് എ നാപ്പ് ഇൻ ദി ആഫ്റ്റർനൂൺ. സോ ഇവിടെയും നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഡസൻറ്റ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡോണ്ട് വെച്ച് ചോദിക്കുക. സോ ഈ ടെൻസും നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് 3 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു ടെൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ്. സോ ഇതിപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ സബ്ജക്റ്റിനനുസരിച്ച് ഇവിടെ ഞാനാണ്, സോ ആം ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ആം. ഏത് വെർബാണോ ING ചേർത്ത് പറയണം. സോ പഠിക്കുക എന്നുള്ളത് ലേൺ ആണ്. അപ്പോൾ ING ചേർത്ത് പറയുമ്പോൾ ലേണിംഗ്. ഐ ആം ലേണിംഗ്. വണ്ടി ഓടിക്കാൻ എന്നെങ്ങനെ പറയും? ടു ഡ്രൈവ്. ഐ ആം ലേണിംഗ് ടു ഡ്രൈവ്. ഐ ആം ലേണിംഗ് ടു ഡ്രൈവ്. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ്. ഇനി അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവനാണ്. അപ്പോൾ ഹീ വരുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹീ ഈസ്. സംസാരിക്കുക എന്നുള്ളത് ടോക്കാണ്. ഇപ്പം നടക്കുന്ന കാര്യമായതുകൊണ്ട് ING ചേർത്ത് പറയണം. ടോക്കിംഗ്. ഫോണിൽ എന്ന് പറയാൻ ഓൺ ദ ഫോൺ. സോ ഹീ ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഹീ ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ. ഇനി അവൾ പാട്ട് കേൾക്കുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ?
പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു മ്യൂസിക് എന്നാണ്. അപ്പോൾ ഇപ്പം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ലിസ്ണിങ് വരും. ഇവിടെയും ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഈസ് ലിസ്ണിങ് ടു മ്യൂസിക്. ഷീ ഈസ് ലിസ്ണിങ് ടു മ്യൂസിക്. അവൾ പാട്ട് കേൾക്കുകയാണ്. ഷീ ഈസ് ലിസ്ണിങ് ടു മ്യൂസിക്. ഇനി അവർ ഒരു വീട് നിർമ്മിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് അവർ എന്നുള്ളത് പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. നിർമ്മിക്കുക എന്ന് പറയുന്നത് ബിൽഡ് എന്നാണ്. അപ്പോൾ ബിൽഡിങ് എന്ന് വരും. നിർമ്മിക്കുകയാണ് എന്ന് പറയാം. ദേ ആർ ബിൽഡിങ് എ ഹൗസ്. ദേ ആർ ബിൽഡിങ് എ ഹൗസ്. അവരൊരു വീട് നിർമ്മിക്കുകയാണ്. ദേ ആർ ബിൽഡിങ് എ ഹൗസ്. ഇനി ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് എന്ന് പറയണം. അല്ല, ട്രിപ്പിന് പദ്ധതി ഇടുകയാണ്. അപ്പോൾ അതെങ്ങനെ പറയും? ഇവിടെ ഞങ്ങൾ എന്നാണ്, അവിടെയും പ്ലൂറലാണ്. സോ ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരും? വി ആർ പ്ലാനിങ് എ ട്രിപ്പ്. വി ആർ പ്ലാനിങ് എ ട്രിപ്പ്. ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. ഇനി കുട്ടികൾ TV കാണുകയാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്നുള്ളത് പ്ലൂറലാണ്. കുട്ടികൾ എന്ന് പറയുന്നത് ദ ചിൽഡ്രൻ എന്നാണ്. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ആർ വരും. ദ ചിൽഡ്രൻ ആർ വാച്ചിങ് ദ TV. ദ ചിൽഡ്രൻ ആർ വാച്ചിങ് ദ TV. കുട്ടികൾ TV കാണുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയാൻ നമ്മൾ എന്ത് സബ്ജക്റ്റാണോ അതിനനുസരിച്ച് ആം, ഈസ്, ആർ യൂസ് ചെയ്യുക. ഏത് വേർബാണോ അതിൻ്റെ കൂടെ ING ചേർത്ത് പറയുക. സോ ഈ ഒരു ടെൻസ് ഇങ്ങനെയാണ് പറയേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒന്ന് കോമൻറ്റ് ചെയ്യുക. സോ എല്ലാവരും നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ആൻസർ ചെയ്യുക. അതിൻ്റെ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് നെഗറ്റീവാക്കി പറയണം. അതായത് ഞാൻ കടയിൽ പോകുന്നില്ല. സോ നമുക്കറിയാം ഐ വരുന്നത് കൊണ്ട് ആം ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ എന്നാ വരും? ആമിൻ്റെ കൂടെ നോട്ട് കൂടെ വരും. സോ ഞാൻ പോകുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് മാർക്കറ്റിൽ എന്ന് പറയാം ടു ദ മാർക്കറ്റ്. ഐ ആം നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഇനി അവനിപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ അവൻ, ഹി ആണ്, ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ ഇല്ല എന്നാണ് പറയേണ്ടത്. ഹി ഈസ് നോട്ട് എന്ന് വരും. സോ ഹി ഈസ് നോട്ട് ഈറ്റിംഗ് ലഞ്ച് നൗ. ഹി ഈസ് നോട്ട് ഈറ്റിംഗ് ലഞ്ച് നൗ. അവനിപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല. ഇനി അടുത്തത് അവൾ അത് അവനോട് പറയാൻ പോകുന്നില്ല. അതെങ്ങനെ പറയും? അവൾ പോകുന്നില്ല എന്നല്ലേ. അപ്പോൾ ഷീ ആണ്, ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഈസ് പോകുന്നില്ല എന്നാണ്. നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ അവൾ പോകുന്നില്ല എന്നാണ്. അവനോട് പറയാൻ, ടു ടെൽ ഹിം, അത് എന്ന് പറയാൻ ദാറ്റ്. ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ടെൽ ഹിം ദാറ്റ്. ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ടെൽ ഹിം ദാറ്റ്. അവൾ അത് അവനോട് പറയാൻ പോകുന്നില്ല. ഇനി അടുത്തത് അവർ ഒരു ഫോൺ കോളും എടുക്കുന്നില്ല എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഫോൺ എടുക്കുക എന്ന് പറയുന്നത് അറ്റൻഡ് ദ ഫോൺ കോൾസ് എന്ന് പറയാം. അപ്പോൾ അവർ എടുക്കുന്നില്ല. ദേ ആണ്, പ്ലൂറലാണ്, അതുകൊണ്ട് ആറാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദേ ആർ നോട്ട് അറ്റൻഡിങ് എനി കോൾസ് എന്ന് പറയാം. ദേ ആർ നോട്ട് അറ്റൻഡിങ് എനി കോൾസ്. അവർ കോളുകളൊന്നും എടുക്കുന്നില്ല എന്നാണ് മീനിങ്. ദേ ആർ നോട്ട് അറ്റൻഡിങ് എനി കോൾസ്. ഇനി അവൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. അതെങ്ങനെ പറയും? അവൾ, ഷീ ആണ്, അതിനോട് ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് നോട്ട് ഓൺലൈൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നില്ല. അതെങ്ങനെ പറയും? അറ്റൻഡിങ് ദി ഓൺലൈൻ ക്ലാസ്. സോ ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് ദി ഓൺലൈൻ ക്ലാസ്. ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് ദി ഓൺലൈൻ ക്ലാസ്. അവൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് മീനിങ്. ഇനി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് നോക്കാം. നീ ഇപ്പോൾ ഒരു നോവൽ വായിക്കുകയാണോ? അപ്പോൾ ഇവിടെ നീ ആണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കേണ്ടത്. അപ്പം യു ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ ആറാണ് അവിടെ ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീ ആണോ എന്ന് ചോദിക്കേണ്ടത് കൊണ്ട് ഇവിടെ
ഓക്സിലറി വെർബ് ഫ്രണ്ടിലോട്ടാക്കണം. സോ ആർ യു എന്ന് വരും. ഇനി ഇപ്പോൾ നടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വെർബിൻ്റെ കൂടെ ING ചേർത്ത് വേണം പറയാൻ. സോ വായിക്കുക എന്നുള്ളത് റീഡാണ്. ING ചേർത്ത് പറയുമ്പോൾ റീഡിങ് എന്ന് വരും. ആർ യു റീഡിങ് എ നോവൽ നൗ? ആർ യു റീഡിങ് എ നോവൽ നൗ? നീ ഇപ്പോൾ ഒരു നോവൽ വായിക്കുകയാണോ? ആർ യു റീഡിങ് എ നോവൽ നൗ? ഇനി അവൾ അവളുടെ സുഹൃത്തിനോട് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കണം. സോ ഇവിടെ അവളാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈസ് എന്ന ഓക്സിലറി വെർബ് ആണ് യൂസ് ചെയ്യണത്. സോ ചോദ്യം ചോദിക്കേണ്ടതുകൊണ്ട് ആദ്യം ഓക്സിലറി വെർബ് എഴുതുക, അതായത് ഈസ് ഷീ എന്ന് വരും, അവളാണോ എന്നുള്ള അർത്ഥം. സോ ഈസ് ഷീ അവളുടെ സുഹൃത്തിനോട് സംസാരിക്കുക, ടോക്കിംഗ് ടു ഹെർ ഫ്രണ്ട്. ഇനി അടുത്തത് അവൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ ദി എക്സാം എന്നാണ്. അപ്പോൾ അവൻ ആണോ എന്നല്ലേ, അപ്പോൾ ഈസ് ഹീ. ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്, അതുകൊണ്ട് ING ചേർത്ത് പറയണം. ഈസ് ഹീ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം? ഈസ് ഹീ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം? ഇനി നമ്മൾ അവനെ സന്ദർശിക്കാൻ പോവുകയാണോ? അതെങ്ങനെ ചോദിക്കും? നമ്മളാണോ എന്നല്ലേ, അപ്പോൾ നമ്മൾ പ്ലൂറലാണ്. സോ ആർ വി എന്ന് വരും. ആർ വി അവനെ സന്ദർശിക്കാൻ പോവുകയാണോ എന്നല്ലേ. ആർ വി ഗോയിങ് ടു വിസിറ്റ് ഹിം? ആർ വി ഗോയിങ് ടു വിസിറ്റ് ഹിം? ആർ വി ഗോയിങ് ടു വിസിറ്റ് ഹിം? നമ്മൾ അവനെ സന്ദർശിക്കാൻ പോവുകയാണോ എന്നുള്ള മീനിങ് ആണ്. ആർ വി ഗോയിങ് ടു വിസിറ്റ് ഹിം? ഇനി പുറത്ത് മഴ പെയ്യുകയാണോ? അതെങ്ങനെ ചോദിക്കും? Is it raining outside? Is it raining outside? പുറത്ത് മഴ പെയ്യുകയാണോ? Is it raining outside? ഇനി നീ നിന്റെ മാതാപിതാക്കളെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നീ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അപ്പം ആർ യു എന്നാണ് പറയേണ്ടത്. സോ ആർ യു സഹായിക്കുക എന്നുള്ളത് ഹെൽപ്പാണ്. ആർ യു ഹെൽപ്പിംഗ് യുവർ പേരൻസ്? ആർ യു ഹെൽപ്പിംഗ് യുവർ പേരൻസ്? നീ നിൻ്റെ മാതാപിതാക്കളെ സഹായിക്കുന്നുണ്ടോ എന്നാണ് മീനിങ്. ആർ യു ഹെൽപ്പിംഗ് യുവർ പേരൻസ്? ഇനി അവർ ബസ് കാത്തു നിൽക്കുകയാണോ? അതെങ്ങനെ ചോദിക്കും? അവർ ആണോ? ആർ ദേ? ബസ്സിന് കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ദ ബസ് എന്നാണ്. സോ ആർ ദേ വെയിറ്റിംഗ് ഫോർ ദ ബസ്? ആർ ദേ വെയിറ്റിംഗ് ഫോർ ദ ബസ്? അവർ ബസ് കാത്തു നിൽക്കുകയാണോ എന്നാണ് മീനിങ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. നിങ്ങളിതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഇനി ഇത് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യുകയല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അവിടെ എന്ത് വ്യത്യാസം വരും? ആറ് മാറ്റി ആറിൻ്റ് ആക്കുക, ഈസാണെങ്കിൽ ഇസിൻ്റ് ആക്കുക. സോ നീ ഇപ്പോൾ പഠിക്കുകയല്ലേ? അതെങ്ങനെ ചോദിക്കും? ആറിൻറ്റ് യു? പഠിക്കുക എന്നുള്ളത് സ്റ്റഡിയാണ്. സോ സ്റ്റഡിയിങ്. ആറിൻറ്റ് യു സ്റ്റഡിയിങ് റൈറ്റ് നൗ? ആറിൻറ്റ് യു സ്റ്റഡിയിങ് റൈറ്റ് നൗ? അതായത് നീ ഇപ്പോൾ പഠിക്കുകയല്ലേ എന്നുള്ള മീനിങ് ആണ്. ആറിൻറ്റ് യു സ്റ്റഡിയിങ് റൈറ്റ് നൗ? ഇനി നമ്മൾ ഇന്ന് ബീച്ചിൽ പോകുന്നില്ലേ? അതെങ്ങനെ ചോദിക്കും? ഇവിടെ നമ്മൾ പ്ലൂറലാണ്, ആറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കേണ്ടപ്പോൾ ആറിൻറ്റ് വരും. ആറിൻറ്റ് വി? പോവുക എന്നുള്ളത് ഗോ ആണ്, ഗോയിങ് വരും. സോ ആറിൻറ്റ് വി ഗോയിങ് ടു ദ ബീച്ച് ടുഡേ? ആറിൻറ്റ് വി ഗോയിങ് ടു ദ ബീച്ച് ടുഡേ? നമ്മൾ ഇന്ന് ബീച്ചിൽ പോകുന്നില്ലേ? ആറിൻറ്റ് വി ഗോയിങ് ടു ദ ബീച്ച് ടുഡേ? ഇനി അവൻ വിശ്രമം എടുക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അവൻ ഇല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ടപ്പോൾ ഇസിൻറ്റ് ഹി എന്ന് വരും. സോ ഇസിൻറ്റ് ഹി ടേക്കിംഗ് എ ബ്രേക്ക്? ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എടുക്കുക എന്നുള്ള അർത്ഥമാണ്. സോ അവൻ ബ്രേക്ക് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ ഇസിൻറ്റ് ഹി ടേക്കിംഗ് എ ബ്രേക്ക്? ഇസിൻറ്റ് ഹി ടേക്കിംഗ് എ ബ്രേക്ക്? ഇനി അവർ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അവർ ഇല്ലേ? ആറിൻറ്റ് ദേ? പാർട്ടിയിൽ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഡാൻസിങ് അറ്റ് ദ പാർട്ടി എന്നാണ്. സോ ആറിൻറ്റ് ദേ ഡാൻസിങ് അറ്റ് ദ പാർട്ടി? ആറിൻറ്റ് ദേ ഡാൻസിങ് അറ്റ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നില്ലേ എന്നുള്ള മീനിങ് ആണ്. സോ ഈ ഒരു ടെൻസിൻ്റെ 4 രീതിയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ ഇനി നമുക്ക് അടുത്ത ടെൻസിലേക്ക് കടക്കാം, അതായത് പ്രസൻറ്റ്
പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഈ ഒരു ടെൻസിൻ്റെ 4 രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. അപ്പം ഇവിടെ എപ്പോഴാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. ഹോംവർക്ക് ചെയ്തു, അതായത് ഇവിടെ എപ്പോഴാണത് നടന്നതെന്നറിയില്ല. പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിന് പ്രസൻറ്റുമായിട്ട് ബന്ധം ഉണ്ടാകണം. അതായത് ഇപ്പം നമ്മൾ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട്, അതായത് പ്രസൻറ്റുമായിട്ട് ബന്ധമുണ്ട്. സോ അന്നേരമാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് പറയുന്നത്? അവിടെ സബ്ജക്റ്റിനനുസരിച്ച് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക, വേർബ് എപ്പോഴും V3 ഫോമിലായിരിക്കണം. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക, വേർബ് V3 ഫോമിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ ഹോംവർക്ക് ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. സോ ചെയ്ത് പൂർത്തിയാക്കി എന്ന് പറയാൻ ഫിനിഷ് എന്നാണ്. അതിൻ്റെ V3 ഫോം ഫിനിഷ്ഡ് ആണ്. ഇവിടെ ഞാനാണ്, ഐ എന്നുള്ളത് പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഐ ഹാവ് വരും. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഇനി അവൾ കടയിലേക്ക് പോയിട്ടുണ്ട്. സോ ഇവിടെ സബ്ജക്റ്റ് അവളാണ്, സിംഗുലറാണ്. സോ ഷീ വരും. സിംഗുലർ ആണെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പോവുക എന്നുള്ളത് ഗോ ആണ്, അതിൻ്റെ V3 ഫോം ഗോൺ ആണ്. സോ അതെങ്ങനെ പറയും? ഷീ ഹാസ് ഗോൺ, കടയിലേക്ക് എന്ന് പറയാം ടു ദ മാർക്കറ്റ്. ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. അവൾ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. ഇനി ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വി ഹാവ്. കാണുക എന്നുള്ളതിന് നമുക്ക് മീറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ V3 ഫോം മെറ്റ് ആണ്. വി ഹാവ് മെറ്റ് ബിഫോർ. ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. വി ഹാവ് മെറ്റ് ബിഫോർ. വി ഹാവ് മെറ്റ് ബിഫോർ. ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അവർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എത്തുക എന്നുള്ളത് അറൈവ് ആണ്, അതിൻ്റെ V3 ഫോം അറൈവ്ഡ് ആണ്. ഇവിടെ അവർ ആണ്, ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് തന്നെ യൂസ് ചെയ്യണം. ദേ ഹാവ് അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ. ദേ ഹാവ് അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ. അവർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ദേ ഹാവ് അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ. ഇനി അവൻ്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ പറയും? അവൻ, ഹി സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹി ഹാസ്. നഷ്ടപ്പെടുക എന്നുള്ളത് ലൂസ് ആണ്, അതിൻ്റെ V3 ഫോം ലോസ്റ്റ് ആണ്. സോ ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീസ്. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീസ്. അവൻ്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീസ്. ഇനി നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് വ്യത്യാസം വരും? അതായത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയണം. അതായത് അവൾ എൻ്റെ ഇമെയിലിന് മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ ഇവിടെ നൽകിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. അവളാണ്, അവൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് വരേണ്ടതുകൊണ്ട് ഹാസ് നോട്ട് എന്ന് പറയുക. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഹാവ് നോട്ട് എന്നുള്ള യൂസ് ചെയ്താൽ മതി. ഇത് ഷോർട്ടാക്കി നമുക്ക് ഹാസിൻറ്റ് എന്ന് പറയാം. അപ്പോൾ അവൾ നൽകിയിട്ടില്ല. ഷീ ഹാസിൻ. മറുപടി നൽകുക എന്നുള്ളത് റിപ്ലൈ ആണ്, അതിൻ്റെ V3 ഫോം റിപ്ലൈഡ് ആണ്. സോ ഷീ ഹാസിൻറ്റ് റിപ്ലൈഡ് ടു മൈ ഇമെയിൽ. ഷീ ഹാസിൻറ്റ് റിപ്ലൈഡ് ടു മൈ ഇമെയിൽ. അവൾ എൻ്റെ ഇമെയിലിന് റിപ്ലൈ തന്നിട്ടില്ല. ഷീ ഹാസിൻറ്റ് റിപ്ലൈഡ് ടു മൈ ഇമെയിൽ. ഇനി ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഇവിടെ ഞാനാണ്, ഐ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറയേണ്ടപ്പം ഹാവൻറ്റ്. കാണുക എന്നുള്ളത് സി ആണ്, അതിൻ്റെ V3 ഫോം സീൻ ആണ്. ഐ ഹാവൻറ്റ് സീൻ ദാറ്റ് മൂവി. ഐ ഹാവൻറ്റ് സീൻ ദാറ്റ് മൂവി. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഐ ഹാവൻറ്റ് സീൻ ദാറ്റ് മൂവി. ഇനി അവർ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഓഫീസിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയാൻ ലീവ് ദി ഓഫീസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ V3 ഫോം, ലീവിൻ്റെ V3 ഫോം ലെഫ്റ്റ് ആണ്. സോ അവർ ഇല്ല എന്നല്ലേ, ദേ ഹാവൻറ്റ് ലെഫ്റ്റ് ദി ഓഫീസ്. ദേ ഹാവൻറ്റ് ലെഫ്റ്റ് ദി ഓഫീസ്. അവർ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഇനി അടുത്തത് അവൻ
ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെങ്ങനെ പറയും? തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് മേക്ക് എ ഡെസിഷൻ എന്നാണ്. അപ്പോൾ ഇത് V3 ഫോമിൽ പറയേണ്ടതുകൊണ്ട് മെയ്ഡ് എ ഡെസിഷൻ എന്ന് വരും. സോ അവൻ എടുത്തിട്ടില്ല. ഹി ഹാസൻറ്റ് മെയ്ഡ് എ ഡിസിഷൻ. ഇതുവരെ എന്ന് പറയാൻ യെറ്റ്. ഹി ഹാസൻറ്റ് മെയ്ഡ് എ ഡിസിഷൻ യെറ്റ്. അവൻ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഹി ഹാസൻറ്റ് മെയ്ഡ് എ ഡിസിഷൻ യെറ്റ്. ഇനി ഞങ്ങൾ ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയണം. അപ്പം പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഫൈൻഡ് എ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്നാണ്. അപ്പോൾ അത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവൻറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വി ഹാവൻറ്റ്. ഫൈൻഡിൻ്റെ V3 ഫോം ഫൗണ്ട് ആണ്. വി ഹാവൻറ്റ് ഫൗണ്ട് എ സൊല്യൂഷൻ യെറ്റ്. വി ഹാവൻറ്റ് ഫൗണ്ട് എ സൊല്യൂഷൻ യെറ്റ്. ഞങ്ങൾ ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. വി ഹാവൻറ്റ് ഫൗണ്ട് എ സൊല്യൂഷൻ യെറ്റ്. ഇനി ഞങ്ങൾ ഈ ആഴ്ച ഷോപ്പിങ്ങിന് പോയിട്ടില്ല. ഞങ്ങൾ പോയിട്ടില്ല. വി ഹാവൻറ്റ്. പോവുക എന്നുള്ളത് ഗോ ആണ്. അതിൻ്റെ V3 ഫോം ഗോൺ ആണ്. സോ വി ഹാവൻറ്റ് ഗോൺ. ഷോപ്പിങ്ങിന് പോവുക എന്നുള്ളത് ഗോ ഷോപ്പിംഗ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിപ്പസിഷൻ വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവൻറ്റ് ഗോൺ ഷോപ്പിംഗ്. ഈ ആഴ്ച എന്ന് പറയാൻ ദിസ് വീക്ക്. വി ഹാവൻറ്റ് ഗോൺ ഷോപ്പിംഗ് ദിസ് വീക്ക്. ഞങ്ങൾ ഈ ആഴ്ച ഷോപ്പിങ്ങിന് പോയിട്ടില്ല. ഇനി അവൻ എന്നെ ഇന്ന് വിളിച്ചിട്ടില്ല. വിളിക്കുക എന്നുള്ളത് കോളാണ്. അതിൻ്റെ V3 ഫോം കോൾഡ് ആണ്. സോ അവൻ വിളിച്ചിട്ടില്ല. ഹി ഹാസൻറ്റ് കോൾഡ്. എന്നെ എന്ന് പറയാൻ മീ. ഇന്ന് എന്ന് പറയാൻ ടുഡേ. ഹി ഹാസൻറ്റ് കോൾഡ് മീ ടുഡേ. ഹി ഹാസൻറ്റ് കോൾഡ് മീ ടുഡേ. അവൻ എന്നെ ഇന്ന് വിളിച്ചിട്ടില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അവിടെ നമ്മൾ എന്താണ് വ്യത്യാസം? എപ്പോഴും ചോദ്യമാക്കുമ്പോൾ ഓക്സിലറി വെർബ് ഫ്രണ്ടിലോട്ടാക്കിയാൽ മതി. സോ അവൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ഷീ ഹാസ് ഡൺ എന്നല്ലേ. അപ്പോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഹാസ് ഫ്രണ്ടിലോട്ടാക്കുക. ഹാസ് ഷീ ഡൺ എന്ന് വരും. സോ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നീ അധ്യാപികയോട് സംസാരിച്ചിട്ടുണ്ടോ? അതെങ്ങനെ പറയും? നീ സംസാരിച്ചിട്ടുണ്ടോ എന്നല്ലേ. അപ്പോൾ ഹാവ് യു. സംസാരിക്കുക എന്നുള്ളത് സ്പീക്കാണ്. അതിൻ്റെ V3 ഫോം സ്പോക്കൺ ആണ്. സോ ഹാവ് യു സ്പോക്കൺ. ടീച്ചറിനോട് എന്ന് പറയാം ടു ദ ടീച്ചർ. ഹാവ് യു സ്പോക്കൺ ടു ദ ടീച്ചർ. ഹാവ് യു സ്പോക്കൺ ടു ദ ടീച്ചർ. നീ ടീച്ചറിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്പോക്കൺ ടു ദ ടീച്ചർ. ഇനി അവർ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ? പുതിയ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് എന്നാണ്. അപ്പോൾ V3 ഫോം സ്റ്റാർട്ടിൻ്റെത് സ്റ്റാർട്ടഡ് ആണ്. അവർ തുടങ്ങിയിട്ടുണ്ടോ? ഹാവ് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ്. ഹാവ് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ്. അവരൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഹാവ് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ്. ഇനി അവൾ ഒരു പുതിയ ഫോൺ വാങ്ങിയോ അല്ലെങ്കിൽ അവൾ ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? അവൾ വാങ്ങിയിട്ടുണ്ടോ. വാങ്ങുക എന്നുള്ളത് ബൈ ആണ്. അതിൻ്റെ V3 ഫോം ബോട്ട് ആണ്. സോ ഹാസ് ഷീ ബോട്ട് എ ന്യൂ ഫോൺ. ഹാസ് ഷീ ബോട്ട് എ ന്യൂ ഫോൺ. അവളൊരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടോ? ഹാസ് ഷീ ബോട്ട് എ ന്യൂ ഫോൺ. ഇനി അവൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അവൻ ഉണ്ടോ. ഹാസ് ഹീ. കഴിച്ചിട്ടുണ്ടോ എന്നല്ലേ. കഴിക്കുക എന്നുള്ളത് ഈറ്റാണ്. അതിൻ്റെ V3 ഫോം ഈറ്റൺ ആണ്. ഹാസ് ഹീ ഈറ്റൺ ദ ലഞ്ച്. ഹാസ് ഹീ ഈറ്റൺ ദ ലഞ്ച്. അവൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കും? നമ്മൾ. വി ആണ്, പ്ലൂറൽ ആണ്. സോ ഹാവ് വരും. ഹാവ് വി. മുമ്പ് കാണുക എന്നുള്ളത് മെറ്റ് ബിഫോർ. ഹാവ് വി മെറ്റ് ബിഫോർ. ഹാവ് വി മെറ്റ് ബിഫോർ. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹാവ് വി മെറ്റ് ബിഫോർ. ഇനി അവർ പ്രോജക്റ്റ് പൂർത്തിയാക്കിയോ? അല്ലെങ്കിൽ അവർ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? അവർ ഉണ്ടോ. ഹാവ് ദേ. ഹാവ് ദേ. പൂർത്തിയാക്കുക എന്ന് പറയാൻ കംപ്ലീറ്റ്. അതിൻ്റെ V3 ഫോം കംപ്ലീറ്റഡ് ആണ്. ഹാവ് ദേ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. ഹാവ് ദേ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. അതായത് പ്രോജക്റ്റ് അവർ
പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഹാവ് ദേ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. ഇനി ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇത്രയും നേരം ചോദിച്ചത്. ഇനി ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വ്യത്യാസം പറയും? നേരത്തെ പോലെ തന്നെ ഹാസ് മാറ്റി ഹാസിൻ്റ് ആക്കുക, ഹാവ് മാറ്റി ഹാവൻ്റ് ആക്കുക. സോ നമുക്കിങ്ങനെ ചോദിക്കണം, നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലേ? അപ്പം ചർച്ച ചെയ്യുക എന്നുള്ള ഡിസ്കസ് ആണ്. അതിൻ്റെ V3 ഫോം ഡിസ്കസ്ഡ് ആണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഹാവൻറ്റ് വി ഡിസ്കസ്ഡ് ദിസ്? മുമ്പ് എന്ന് പറയാം ബിഫോർ. ഹാവൻറ്റ് വി ഡിസ്കസ്ഡ് ദിസ് ബിഫോർ? ഹാവൻറ്റ് വി ഡിസ്കസ്ഡ് ദിസ് ബിഫോർ? അതായത് നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലേ? ഹാവൻറ്റ് വി ഡിസ്കസ്ഡ് ദിസ് ബിഫോർ? ഇനി നീ ഇതുവരെ റിപ്പോർട്ട് കണ്ടിട്ടില്ലേ? അതെങ്ങനെ ചോദിക്കും? നീ കണ്ടിട്ടില്ലേ? ഹാവൻറ്റ് യു സീൻ ദ റിപ്പോർട്ട് യെറ്റ്? ഹാവൻറ്റ് യു സീൻ ദ റിപ്പോർട്ട് യെറ്റ്? നീ ഇതുവരെ റിപ്പോർട്ട് കണ്ടിട്ടില്ലേ? ഹാവൻറ്റ് യു സീൻ ദ റിപ്പോർട്ട് യെറ്റ്? ഇനി അവൻ നിൻ്റെ ബുക്ക് തിരികെ തന്നിട്ടില്ലേ എന്ന് ചോദിക്കണം. തിരികെ കൊടുക്കുക എന്നുള്ളത് റിട്ടേൺ ആണ്. അപ്പം അതിൻ്റെ V3 ഫോം റിട്ടേൺഡ് ആണ്. അവൻ തിരികെ തന്നിട്ടില്ലേ എന്നല്ലേ? അപ്പോൾ ഹാസിൻ്റ് വരും. ഹാസൻറ്റ് ഹി റിട്ടേൺഡ് യുവർ ബുക്ക്? ഹാസൻറ്റ് ഹി റിട്ടേൺഡ് യുവർ ബുക്ക്? അതായത് നിൻ്റെ ബുക്ക് അവൻ തിരികെ തന്നിട്ടില്ലേ? ഹാസൻറ്റ് ഹി റിട്ടേൺഡ് യുവർ ബുക്ക്? ഇനി അടുത്തത്, അവർ വാടക ഇനിയും അടച്ചിട്ടില്ലേ എന്ന് ചോദിക്കണം. അടയ്ക്കുക എന്നുള്ളത് വാടക കൊടുക്കുക, പൈസ കൊടുക്കുക എന്നുള്ളത് പേ ആണ്. അതിൻ്റെ V3 ഫോം പെയ്ഡ് ആണ്. സോ അവർ അടച്ചിട്ടില്ലേ? ഹാവൻറ്റ് ദേ പെയ്ഡ് ദ റെൻറ്റ് യെറ്റ്? ഹാവൻറ്റ് ദേ പെയ്ഡ് ദ റെൻറ്റ് യെറ്റ്? ഹാവൻറ്റ് ദേ പെയ്ഡ് ദ റെൻറ്റ് യെറ്റ്? അവർ ഇതുവരെ വാടക അടച്ചിട്ടില്ലേ എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, നീ ആ വാർത്ത കേട്ടിട്ടില്ലേ? അതെങ്ങനെ ചോദിക്കും? കേൾക്കുക എന്നുള്ളത് ഹിയർ ആണ്. അതിൻ്റെ V3 ഫോം ഹേർഡ് ആണ്. നീ കേട്ടിട്ടില്ലേ എന്നാണ്. സോ ഹാവൻറ്റ് യു ഹേർഡ് ദാറ്റ് ന്യൂസ്? ഹാവൻറ്റ് യു ഹേർഡ് ദാറ്റ് ന്യൂസ്? നീ ആ വാർത്ത കേട്ടിട്ടില്ലേ? ഹാവൻറ്റ് യു ഹേർഡ് ദാറ്റ് ന്യൂസ്? ഇനി അവൻ നിന്നോട് സത്യം പറഞ്ഞില്ലേ? അതെങ്ങനെ പറയും? അവൻ പറഞ്ഞില്ലേ? പറയുക എന്നുള്ളത് ടെല്ലാണ്. അതിൻ്റെ V3 ഫോം ടോൾഡ് ആണ്. സോ അവൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ ഹാസൻറ്റ് ഹി ടോൾഡ്? നിന്നോട് എന്നാണ്. ഹാസൻറ്റ് ഹി ടോൾഡ് യു? സത്യം എന്ന് പറയാൻ ദ ട്രൂത്ത്. ഹാസൻറ്റ് ഹി ടോൾഡ് യു ദ ട്രൂത്ത്? ഹാസൻറ്റ് ഹി ടോൾഡ് യു ദ ട്രൂത്ത്? അവൻ നിന്നോട് സത്യം പറഞ്ഞിട്ടില്ലേ? ഹാസൻറ്റ് ഹി ടോൾഡ് യു ദ ട്രൂത്ത്? ഇനി അവൻ അവൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ലേ? അതെങ്ങനെ ചോദിക്കും? മരുന്ന് കഴിക്കുക എന്നുള്ളത് ടേക്ക് ദ മെഡിസിൻ എന്നാണ്. സോ അവൻ മരുന്ന് കഴിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. ഹാസൻറ്റ് ഹി ടേക്കൺ ഹിസ് മെഡിസിൻ? ഹാസൻറ്റ് ഹി ടേക്കൺ ഹിസ് മെഡിസിൻ? അവൻ അവൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ലേ? ഹാസൻറ്റ് ഹി ടേക്കൺ ഹിസ് മെഡിസിൻ? ഇനി അവർ നിന്നെ കാണാൻ വന്നിട്ടില്ലേ? അതെങ്ങനെ ചോദിക്കും? അവർ വന്നിട്ടില്ലേ? ഇപ്പം വരിക എന്നുള്ളത് കമ്മാണ്. അതിൻ്റെ V3 ഫോം കമ്മ തന്നെയാണ്. സോ അവർ വന്നിട്ടില്ലേ എന്ന് ചോദിക്കാൻ ഹാവൻറ്റ് ദേ കം? നിന്നെ കാണാൻ എന്ന് പറയാൻ ടു സീ യു. ഹാവൻറ്റ് ദേ കം ടു സീ യു? ഹാവൻറ്റ് ദേ കം ടു സീ യു? അവർ നിന്നെ കാണാൻ വന്നിട്ടില്ലേ? ഹാവൻറ്റ് ദേ കം ടു സീ യു? ഇനി അവൾ പരീക്ഷ പാസ്സായിട്ടില്ലേ? അതെങ്ങനെ ചോദിക്കും? അവൾ പാസ്സായിട്ടില്ലേ? ഹാസൻറ്റ് ഷീ പാസ്ഡ് ദി എക്സാം? ഹാസൻറ്റ് ഷീ പാസ്ഡ് ദി എക്സാം? അവൾ പരീക്ഷ പാസ്സായിട്ടില്ലേ? ഹാസൻറ്റ് ഷീ പാസ്ഡ് ദി എക്സാം? സോ നമ്മളിന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെയും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെയും 4 തരത്തിൽ സെൻറ്റൻസസ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് കണ്ടു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് കോമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.